പ്രതിപക്ഷ നേതാവിൻ്റെ ജാഥ ഈ പൊതുവെ യാത്ര വളരെ വിജയമായിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ ഒരു പുതിയ യുഗം പിറക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സ്ഥിതി പോരാ എന്നുള്ളത് ഒരു പുതിയ യുഗം പിറക്കണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ ഒരു ജനവികാരമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡായി രൂപപ്പെടും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതുപോലുള്ള ഒരു UDF അനുകൂല ട്രെൻഡ് സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പ്രകടമാക്കുന്നതാണ് ഈ ജാഥക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഒന്നിലേറെ തെരഞ്ഞെടുപ്പുകൾ ഇത് തെളിയിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ജാഥ തന്നെ മറ്റൊരു പരീക്ഷണമാണ്. എത്രത്തോളം ജനങ്ങൾ ഇതിന് സപ്പോർട്ടുണ്ട്. മറ്റു ജാഥകളും ഇവിടെ നടക്കുന്നുണ്ടല്ലോ, ഞാൻ അവരെ ജാഥയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കമ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസം വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ UDF ട്രെൻഡ് ഏതാണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പോലെയുള്ള ഒരു ട്രെൻഡ് തീർച്ചയായും ഉണ്ടാവും എന്നാണ് കരുതേണ്ടത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അതിന് കാരണം എന്ന് പറയുന്നത് ജനവികാരം തന്നെയാണ്. ആൻറ്റി ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകുംബൻസി ഇവിടെ ഈ സംസ്ഥാനത്ത് വളരെ സ്ട്രോങ് ആണ്. എല്ലാ സർവേകളും അത് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ശബരിമല തന്നെയാണ്. അതുപോലെ അനവധി പ്രശ്നങ്ങളാണ് ഈ യാത്രയിലൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ, മലയോര പരാതികളുടെ പ്രവാഹം, ഒന്നിനും പണമില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞ് അവസാനം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്ത് ഒരു മിമിക്സ് കാണിക്കാം എന്ന അടവൊന്നും ഇനി ജനങ്ങളോട് പറ്റും എന്ന് തോന്നുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാഥക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത. ഐക്യം എപ്പോഴും സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. എല്ലാ സംഘടനകളും യോജിക്കണം, അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം, സാമുദായിക യോജിപ്പുണ്ടാകണം, സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകണം. അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ്. ആശയപരമായി ഒക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകൾ ആണ് അതൊക്കെ. അത് അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും. സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കണ്ട. അതിൽ കാര്യമില്ല. കാരണം UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി അത് കൊണ്ടൊന്ന് കൂട്ടിക്കുഴച്ച് മുതലെടുക്കാൻ കഴിയില്ല. കാരണം LDF വളരെ കാലം കൊണ്ടു നടന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDFനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDFന് കഴിയില്ല. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിൻ്റെ മറുപടി അവരാദ്യം പറയണ്ടേ. അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രക്കാരെങ്കിലും ഇതിൽ നിന്ന് മാറിയിരിക്കണം എന്നാണ്. കൂടുതൽ പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. നിങ്ങൾ ഈ പത്രക്കാരിടയിൽ 2-3 പത്രക്കാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ അല്ല, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മെനക്കെട്ടിട്ട് കാര്യമില്ല, വിട്ടുകളാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പ്രയോഗിച്ച് നോക്കിയില്ലേ, മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. ചാനൽ ഏതാന്ന് ഇതിനു വേണ്ടി ഞാൻ പറയാം, പതിവ് അത് പിന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനു വേണ്ടി പ്രചരണം നടത്തുന്ന 1-2 ചാനൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല, കഴിഞ്ഞ അസംബ്ലി തദ്ദേശ തെരഞ്ഞെടുപ്പിന്
മെനക്കെട്ട് നോക്കിയതാണ് ഈ കാര്യം പറഞ്ഞിട്ട്. AC ഇല്ല, ഇനിയെങ്കിലും നിങ്ങൾക്ക് അതൊന്ന് വിട്ടോളെ. മറ്റൊരു വിഷയം, ഈ വെറുതെ ആവർത്തന വിരസതയ്ക്ക് വേണ്ടിയെങ്കിലും നിങ്ങളതൊന്ന് വിട്. ഈ കാന്തപുരം AP വിഭാഗം ഈ മലപ്പുറം ജില്ല വിഭജിച്ച് രണ്ടാക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ ഇല്ല, ഞങ്ങളിപ്പോൾ ആ വിഷയം ആലോചിച്ചിട്ടില്ല. ആലോചിച്ചിട്ട് ലീഗിന്റെ പറയാം. നിലപാടെന്താണ് ഈ കാര്യത്തിൽ? ലീഗ് നിലപാട് ലീഗ് ചർച്ച ചെയ്തിട്ട് പറയാം. ഓക്കെ.